കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമോ? ഇനി അടുത്തേക്ക് അവിടെ കെട്ടിപ്പിടിച്ച് എന്നെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ രണ്ട് സ്ഥലത്താണ്. ഇന്നത്തെ ഞങ്ങളുടെ പുതിയ ചലഞ്ചാണ്. കാണാടി ഇല്ലല്ലേ? എനിക്ക് നിന്നെ കാണത്തില്ല. ഇനി ഞങ്ങൾ രണ്ടുപേരും ഞാൻ രണ്ടിടത്ത് എത്താണ് ചലഞ്ച് എടുക്കുന്നത്. ഇതിന്റെ പേര് കപ്പിൾസ് ടെലിപ്പതി ചലഞ്ചാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചലഞ്ച് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാം. മുത്തിച്ച് സൗണ്ടില് പറ, മൈക്കില്ലാത്തോണ്ട് കേൾക്കാൻ പറ്റുന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചുമ വരും, ചുമ പോയില്ല ഇതുവരെ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും പറയും. അപ്പം മൂന്നാമതൊരാളത് പറയേണ്ടതാ, പക്ഷെ ഇവിടെ ആരും പറയില്ലാത്തോണ്ട് മാറി മാറി പറയും. ഇല്ല, മുത്ത് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മുത്ത് മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് അതുകൂട്ട് എന്താ പറയുന്നത് ഒരു കൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. പക്ഷെ നമ്മൾ ഒരു കൂട്ടാണോ ചെയ്യുന്നത് ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് വീട് ഒരു മതിലിന് ഇപ്പുറത്ത് ഞാനും മതിലിനപ്പുറത്ത് ഇതൊരു മതിലല്ലേ. അത് തന്നെയല്ല, ഈ നമ്മള് കറക്റ്റ് സെയിം ആണോ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഞങ്ങള് കണ്ടും എങ്ങനെയാ ചെയ്തതെന്ന് ഞങ്ങൾക്കും അറിയാൻ പറ്റും. ഓക്കേ, ഇതിപ്പോ ഞാൻ എന്റെ റൂമിലും അമ്മ അടുക്കളയിലും ഞങ്ങൾ ആദ്യം ഈ കാതകന്റെ പുറകെ നോക്കിയത്. പക്ഷെ അവിടുന്ന് ഭയങ്കര വെട്ടം അടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ വെട്ടമുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം മാത്രമേ. സാധാരണ ഈ കഥ തുറന്നിട്ട് അടച്ചിട്ടാ വീഡിയോ എടുക്കുന്നത് നമ്മള്. നമുക്ക് തുടങ്ങാം. എന്താ ആദ്യം പറയണ്ടേ? നീ പറഞ്ഞോ. നീ ക്യാമറയിൽ നോക്കല്ലേ, വെളിയിലോട്ട് നോക്കും. വെളിയിലോട്ട് നോക്കുന്നു. ഏതൊരു ഒരു കൈ നോക്കി, ഏത് കൈയടി നോക്കിയേ? ഞാൻ അടുത്ത കൈ. കൈ വെച്ചിട്ട് ഹാർട്ടിന്റെ ഷേപ്പ് കാണിച്ചു. എന്താ കൈ വെച്ചിട്ട് ഹാർട്ടിന്റെ ഷേപ്പ് കാണിച്ചു. നീ കാണിച്ചേ. വട്ടം കറങ്ങി. വട്ടം കറങ്ങാനോ? നിന്നിടത്ത് നിന്നിട്ട് വട്ടം കറങ്ങി തിരിഞ്ഞ് ഫ്രണ്ട് വരണോ? അങ്ങനെയുണ്ട്. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ അറിയുന്നറിയത്തില്ലേ? അതറിയത്തില്ല. ഇനി എന്താ? ഇനി ഒരു ഫണ്ണി ഫേസ്. നീ പാഴിപ്പിക്കാണോ ചെയ്തേ? നിന്റെ സൗണ്ട് ഇവിടെ വന്നു, ഞാൻ ചെയ്തേ. ഇനി എന്തായാലും കൈ വെച്ചിട്ട് നമ്പർ കാണിച്ചേ. നീ 2 ആണ് കാണിച്ചേ? അല്ല. പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? നമുക്ക് വീഡിയോ നിന്റെ കാലിന്റെ വെള്ളക്ക് തൊട്ടേ. നിന്റെ കാലിന്റെ വെള്ളക്ക് തൊട്ടേ. നീ വലത്തേക്കാരനാണോ തൊട്ടേ? ആണല്ലോ. സാധാരണ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ വലത്തേക്കാലായിരിക്കുമല്ലോ തൊടാൻ എളുപ്പം. നീ അടുത്ത എന്തായാലും നീ ഡാൻസ് കളി. ഇനി അടുത്ത എന്തായിരുന്നു? നീ കാണിക്കുന്നതൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ചക്കോ അത് കാണിക്കുന്നത്. ചക്കോ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത എന്താടി? ഇനി എന്താണ്? കൈ പൊക്കിയായിരുന്നല്ലേ? കൈ പൊക്കിയായിരുന്നു. ഒരു കണ്ണ് സൈഡ് അടിച്ചാണ്. സൈഡ് അടിക്കാനാ? ഇത് മതി. ഇത് ഫിക്സ്. ഏത്? ഞാൻ ഇവിടെ കാണിച്ചത് എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ വന്നു കഴിയുമ്പോ കണ്ടാൽ മതി. ഇനി എന്താണ്? ഡാൻസ് കളിച്ചല്ലോ. ഇനി എന്തുവാ? ഇനി എന്താ? ഇത്ര ഉള്ളത് തോന്നുന്നു കേട്ടോ. അല്ല, പിന്നെ ഒന്നുകൂടെ ചെയ്യാൻ രസമുണ്ടല്ലേ ചെയ്യാൻ. കഴിഞ്ഞ മൊത്തേ ഇല്ല. ഇനി നീ ഏതിലോട്ട് ചെവി പിടിച്ച്? ചെവിയാലോ? കറക്റ്റ് ആണോ എന്തോ എനിക്ക് അവിടെ നീ കെട്ടിപ്പിടിച്ച്. എന്നെ കെട്ടിപ്പിടിച്ചോ? നീ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമോ?
ഇനി എന്താ ഉള്ളത്? അയ്യോ മതി, ഇനിയുള്ള ഒന്നുമില്ലെന്ന് ഇത്ര ഉള്ളു ഗൈസ്. കഴിഞ്ഞു. ഞങ്ങള് ഒരു കൂട്ടാണോ ചെയ്തത് അവർക്കറിയാം. പക്ഷെ മുത്ത് കളറാണ്, മുത്ത് ഇതിന്റെ അകത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ഏതാ ക്യാമറയ്ക്ക് നോക്കിട്ട് ഞാൻ ഇവിടെ കാണാൻ എന്ത് കാണത്തില്ലല്ലോ. ശരിയാണല്ലോ, ഞാൻ മന്ദബുദ്ധിയാണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതെന്തായിരിക്കും എന്ന് ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഇതെന്താ. ഇവളെ കളയുന്നില്ല, ഞാൻ ആദ്യം കാണുന്നത്. ഇവള് വീഡിയോ വന്നിട്ടേ കാണുന്നത്. ശരിയാ. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഈ വീഡിയോക്ക് എനിക്കറിയില്ല, മുന്നേ മുത്തിന് എഡിറ്റ് ചെയ്യുന്നോണ്ട് മുത്തിന് അറിയാലോ. അതെ, കുറെ ദിവസം ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെ ബോറടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ചലഞ്ച്, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ ചലഞ്ച് ഞങ്ങൾ ആഴ്ചയിൽ ചെയ്യാം. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും പിന്നെ വെളിയിൽ പോകുന്നതും അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം മൊത്തത്തിൽ ഒരു മിക്സ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇനി ഞങ്ങൾ കറക്റ്റായിട്ട് ഇനി ചലഞ്ച് മാത്രമായിട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ അടി വന്നിട്ട് ഇനി ഹോഗി ടൈ ചെയ്യാൻ പറയണ്ട, എനിക്ക് വയ്യ. അത് പറ്റത്തില്ല, അതിനകത്ത് ആരോ നെറ്റ് ചലഞ്ച് നമ്മളോട് പറഞ്ഞു. നമുക്കൊരു കമന്റ് കണ്ടായിരുന്നു, പൈസ ഞാൻ ചെയ്തു തരാം തിരിച്ച്. നിങ്ങളോട് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞു എന്റെ നെറ്റ് തീർന്നു. ആരോ, ആ പേരെന്തായിരുന്നു ഓർക്കുന്നില്ല, ആരോ പറഞ്ഞു. പക്ഷെ ആ ചലഞ്ച് ലാലിന്റെ ഫോട്ടോ, അപ്പൊ ഞാൻ അത് നോക്കി എന്താന്ന് എന്താന്നറിയാം, നമ്മുടെ ദേഹത്തൂടെ ഫുള്ള് ചുറ്റി കെട്ടിയിട്ട് ഒന്നാമത് ഞങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ലടാ. അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും. അതിന്റെ ആ വീഡിയോ അതുകൊണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ചലഞ്ച് ഞങ്ങൾ ചെയ്യും. നീ ഇങ്ങനെ കൊടൂര സാധനം എടുത്തിടല്ലേ. പിന്നെ ഞങ്ങൾ ഉടനെ ഒരു Q&A ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ഞങ്ങളുടെ ആ പോസ്റ്റിനടി വന്നിട്ട് ചോദിക്കണം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഒരു Q&A ചെയ്യാം അല്ലേ? നാളെ ആകത്തില്ലേ? എല്ലാവരും ക്വസ്റ്റ്യൻ വന്നിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു വീഡിയോക്കുള്ള ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ആവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് അടുത്തൊരു Q&A ചെയ്യുന്നതായിരിക്കും. Q&A ഞങ്ങൾ പണ്ടൊന്നും ചെയ്തായിരുന്നു, പക്ഷെ അത് ശരിയെന്ന് ഞങ്ങൾ ആദ്യത്തെ Q&A ചെയ്തത് അല്ലേ? ഇത്രയും പറയുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ഒന്നും ചെയ്യണ്ട, എല്ലാവരും വന്നിട്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഞങ്ങൾ എങ്ങനെ അറിയാനാണ്? ആ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു പോയതാണ്. ആരും ഷെയർ ഒന്നും ചെയ്യണ്ട, എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് അടിച്ചത് ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ഇവിടെ നാളെ കാണാം. ബൈ.